സ്വാർത്ഥവും ദുഃഖങ്ങളും ബലിയായി നൽകുന്നു ഞാൻ, ബലിയായി നൽകുന്നു ഞാൻ. അൾത്താരയൊരുക്കി അകതാരൊരുക്കി അണയാമീ ബലിവേദിയിൽ. ഒരു മനമായി ഒരു സ്വരമായി അണയാമീ ബലിവേദിയിൽ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, പുതിയ ഒരു പ്രഭാതം കൂടി കാണുവാൻ നമുക്ക് നൽകിയ ദൈവത്തിന് നമുക്ക് നന്ദി പറയാം. ദൈവത്തിൻ്റെ കരുണയുടെ സംരക്ഷണത്തിൻ്റെ കരുതലിൻ്റെ ഏറ്റവും വലിയ അടയാളമാണത്. ഉറങ്ങുവാൻ പോകുന്നവൻ അറിയില്ല രാവിലെ ഒരു പുതിയ പ്രഭാതം കാണുവാൻ അവന് സാധിക്കുമോ എന്ന്. ദൈവം നമുക്ക് ഒരു ദിനം കൂടി നൽകുമ്പോൾ അവന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പുതിയ ദിനത്തിൻ്റെ ഈ പുതിയ നിമിഷങ്ങളിൽ നന്ദി പറയാം ദൈവത്തിന്. ദൈവമേ, മുന്നോട്ടുള്ള യാത്രയിൽ നിന്നോടൊപ്പമായിരിക്കുവാൻ, നിൻ്റെ വചനങ്ങൾ ശ്രവിക്കുവാൻ, നിൻ്റെ വഴികളിലൂടെ നടക്കുവാൻ പ്രാപ്തരാക്കണമേ എന്നുള്ള പ്രാർത്ഥന മനസ്സിലുണ്ടായിരിക്കട്ടെ. പ്രത്യേകിച്ചും വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ മാപ്പപേക്ഷിക്കാം. ദൈവത്തിനോട്, കൂടെയുള്ളവരോട് മാപ്പപേക്ഷിച്ച് പരിശുദ്ധമായ ഈ ബലി നമുക്ക് ഒന്ന് ചേർന്നർപ്പിക്കാം. സർവശക്തനായ ദൈവത്തോടും സഹോദരങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിനു മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളോർക്ക് ശാന്തിയുമേ. സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ പുകഴ്ത്തുന്നു, ആരാധിച്ചങ്ങയെ വാഴ്ത്തുന്നു, ദിവ്യമഹിമകൾ പാടുന്നു. അങ്ങേ മഹാമഹിമയ്ക്കിതാ നന്ദി ചൊല്ലും നീവർ താഴ്മയാ. ദൈവമേ കർത്താവങ്ങയെ വാഴ്ത്തുന്നു സ്വർലോകരാജനേ. സർവ്വിക ശക്തനാം ദൈവമേ, ആദരമങ്ങയെ
സൂനുവേ അങ്ങയെ വാഴ്ത്തി സ്തുതിക്കുന്നു. ലോകത്തിൻ പാപനിഹന്താവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. ലോകത്തിൻ പാപനിഹന്താവേ ഞങ്ങൾ തൻ പ്രാർത്ഥന കേൾക്കണേ. നിത്യപിതാവിൻ്റെ പാർശ്വത്തിൽ നേർവലം ഭാഗത്തിലും നീടും ഞങ്ങൾ തൻ രക്ഷകനേശുവേ കാരുണ്യം തൂകണേ ഞങ്ങളിൽ. സത്യസ്വരൂപൻ പിതാവുതൻ നിത്യമഹിമാവിൻ തേജസ്സിൽ പാവനാത്മാവുതൻ ഐക്യത്തിൽ വാഴുന്ന ക്രിസ്തുവാമേശുവേ അങ്ങു മാത്രം പരിപാവനൻ. അങ്ങു താരേകനാം നാഥനും അങ്ങു മാത്രം പരമോന്നതൻ. ത്രിത്വൈക ദൈവമഹത്വത്തിൽ ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ കൃപ എപ്പോഴും ഞങ്ങളുടെ മുന്നിലും പിന്നിലും ഉണ്ടായിരിക്കുകയും സൽപ്രവൃത്തികൾ നിരന്തരം ചെയ്യുവാൻ ഞങ്ങളെ ദൃഢചിത്തരാക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോട് കൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങയുടെ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹ വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന്. ഈ പർവ്വതത്തിൽ സർവ്വജനതകൾക്കും വേണ്ടി സൈന്യങ്ങളുടെ കർത്താവ് ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞുമുള്ള വിരുന്ന്. സകല ജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം, ജനതകളുടെ മേൽ വിരിച്ചിരിക്കുന്ന മൂടുപടം ഈ പർവ്വതത്തിൽ വച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗർസിക്കും. സകലരുടെയും കണ്ണീർ അവിടുന്ന് തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അപമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. അന്ന് ഇങ്ങനെ പറയുന്നത് കേൾക്കും: ഇതാ നമ്മുടെ ദൈവം, നമ്മുടെ രക്ഷയുടെ പ്രത്യാശ, നാം അർപ്പിച്ച ദൈവം. ഇതാ കർത്താവ്, നാം അവിടത്തേക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവിടുന്ന് നൽകുന്ന രക്ഷയിൽ നമുക്ക് സന്തോഷിച്ച് ഉല്ലസിക്കാം. കർത്താവിൻ്റെ കരം ഈ പർവ്വതത്തിൽ വിശ്രമിക്കും. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകിടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമമരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിലൂടെയാണ് ഞാൻ നടക്കുന്നതെങ്കിലും അവിടുന്ന് കൂടെയുള്ളതിനാൽ ഞാൻ ഭയപ്പെടുകയില്ല. അങ്ങയുടെ ഊന്നുവടിയും ദണ്ഡും എനിക്ക് ഉറപ്പേകുന്നു. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. എൻ്റെ ശത്രുക്കളുടെ മുൻപിൽ അവിടുന്ന് എനിക്ക് വിരുന്നൊരുക്കുന്നു. എൻ്റെ ശിരസ് തൈലം കൊണ്ട് അഭിഷേകം ചെയ്യുന്നു. എൻ്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു.
കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഞാൻ എന്നേക്കും വസിക്കും. അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. കർത്താവിൻ്റെ ആലയത്തിൽ കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും. ഞാൻ എന്നേക്കും വസിക്കും. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, താഴ്ന്ന നിലയിൽ ജീവിക്കാൻ എനിക്കറിയാം, സമൃദ്ധിയിൽ ജീവിക്കുവാനും ഏതു സാഹചര്യത്തിലും കഴിയുവാനും എനിക്ക് പരിശീലനം ലഭിച്ചിട്ടുണ്ട്. അതെ, സുഭിക്ഷത്തിലും ദുർഭിക്ഷത്തിലും സമൃദ്ധിയിലും ദാരിദ്ര്യത്തിലുമെല്ലാം എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യുവാൻ എനിക്ക് സാധിക്കും. എങ്കിലും എൻ്റെ ഞെരുക്കങ്ങളിൽ സൗമനസ്യത്തോടെ നിങ്ങൾ പങ്കുചേർന്നു. എൻ്റെ ദൈവം തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ യേശുക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകും. നമ്മുടെ പിതാവായ ദൈവത്തിന് എന്നും എന്നേക്കും മഹത്വം ഉണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ഏതു തരത്തിലുള്ള പ്രത്യാശയിലേക്കാണ് അവിടുന്ന് നമ്മെ വിളിച്ചിരിക്കുന്നത് എന്നറിയാനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പിതാവ് നമ്മുടെ ആന്തരിക നേത്രങ്ങളെ പ്രകാശിപ്പിക്കട്ടെ. കർത്താവ് നിങ്ങളോട് കൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശു പ്രധാന പുരോഹിതന്മാരോടും ജനപ്രമാണികളോടും ഉപമകൾ വഴി സംസാരിച്ചു. സ്വർഗരാജ്യം തൻ്റെ പുത്രന് വേണ്ടി വിവാഹവിരുന്നൊരുക്കിയ രാജാവിന് സദൃശം. വിവാഹവിരുന്നിന് ക്ഷണിക്കപ്പെട്ടവരെ വിളിക്കുവാൻ അവൻ ഭൃത്യന്മാരെ അയച്ചു. എന്നാൽ വരാൻ അവർ വിസമ്മതിച്ചു. വീണ്ടും അവൻ വേറെ ഭൃത്യന്മാരെ അയച്ചുകൊണ്ട് പറഞ്ഞു: ഇതാ, വിരുന്ന് സജ്ജമാക്കിയിരിക്കുന്നു. എൻ്റെ കാളകളെയും കൊഴുത്ത മൃഗങ്ങളെയും കൊന്ന് എല്ലാം തയ്യാറാക്കി കഴിഞ്ഞിരിക്കുന്നു. വിവാഹവിരുന്നിന് വരിക എന്ന് ക്ഷണിക്കപ്പെട്ടവരോട് ചെന്ന് പറയുവൻ. എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അത് വകവയ്ക്കാതെ ഒരുവൻ വയലിലേക്കും വേറൊരുവൻ വ്യാപാരത്തിനും പോയി കളഞ്ഞു. മറ്റുള്ളവർ ആ ഭൃത്യന്മാരെ പിടികൂടി അവരെ അപമാനിക്കുകയും വധിക്കുകയും ചെയ്തു. രാജാവ് ക്രുദ്ധനായി സൈന്യത്തെ അയച്ച് ആ കൊലപാതകികളെ നശിപ്പിച്ചു. അവരുടെ നഗരം അഗ്നിക്കിരയാക്കി. അനന്തരം അവൻ ഭൃത്യന്മാരോട് പറഞ്ഞു: വിവാഹവിരുന്ന് തയ്യാറാക്കിയിരിക്കുന്നു, എന്നാൽ ക്ഷണിക്കപ്പെട്ടവർ അയോഗ്യരായിരുന്നു. അതിനാൽ നിങ്ങൾ വഴിക്കവലകളിൽ ചെന്ന് അവിടെ കണ്ടെത്തുന്നവരെയെല്ലാം വിവാഹവിരുന്നിന് ക്ഷണിക്കുവിൻ. ആ ഭൃത്യന്മാർ നിരത്തുകളിൽ ചെന്ന് ദുഷ്ടരും ശിഷ്ടരും ഉൾപ്പെടെ കണ്ടെത്തിയവരെയെല്ലാം വിളിച്ചുകൂട്ടി. അങ്ങനെ വിരുന്നുശാല അതിഥികളെ കൊണ്ട് നിറഞ്ഞു. അതിഥികളെ കാണുവാൻ രാജാവ് എഴുന്നള്ളിയപ്പോൾ വിവാഹവസ്ത്രം ധരിക്കാത്ത ഒരാളെ അവിടെ കണ്ടു. രാജാവ് അവനോട് പറഞ്ഞു: സ്നേഹിത, വിവാഹവസ്ത്രം ധരിക്കാതെ നീ ഇവിടെ പ്രവേശിച്ചതെങ്ങനെ? അവൻ മൗനം അവലംബിച്ചു. അപ്പോൾ രാജാവ് പരിചാരകന്മാരോട് പറഞ്ഞു: അവനെ കൈകാലുകൾ കെട്ടി പുറത്തെ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയുക. അവിടെ വിലാപവും പല്ലുകടിയുമായിരിക്കും. എന്തെന്നാൽ വിളിക്കപ്പെട്ടവർ വളരെ, തിരഞ്ഞെടുക്കപ്പെട്ടവരോ ചുരുക്കം. കർത്താവിൻ്റെ സുവിശേഷം. സ്തുതി.
ജീവിതം ആഘോഷിക്കുവാൻ വേണ്ടിയുള്ളതാണ്. ജീവിതം ആഘോഷിക്കണം, അതിനായി ഒരുക്കങ്ങൾ നടത്തണം. ഈ ഒരുക്കങ്ങളോടൊപ്പം തന്നെ ആഘോഷത്തിൽ പങ്കെടുക്കുന്നവർക്ക് ആഘോഷത്തിൽ പങ്കെടുക്കുവാനുള്ള യോഗ്യതയും ഉണ്ടായിരിക്കണം. നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഇത് പാരമ്പര്യമായിട്ട് കിട്ടിയിട്ടുള്ളതാണ്. പാകം ചെയ്യുവാൻ നാം ഒത്തിരി സമയമെടുക്കും, തിന്നു തീർക്കുവാൻ ഇത്തിരി സമയവും എടുക്കും. ഇന്ത്യക്കാരുടെ സംസ്കാരത്തിൽ വന്നിട്ടുള്ള ഒരു സ്വഭാവ ശീലമാണ്. പാകം ചെയ്യുവാൻ ഒത്തിരി സമയമെടുക്കും, ഭക്ഷിച്ചു തീർക്കുവാൻ ഇത്തിരി സമയമെടുക്കും. നമുക്കറിയാം, നമ്മുടെയൊക്കെ വീടുകളിൽ അമ്മച്ചിമാർ രാവിലെ എന്ന് വെച്ചാൽ അതിരാവിലെ 4 മണിക്കൊക്കെ എഴുന്നേറ്റ് ഭക്ഷണം പാകം ചെയ്യാൻ തുടങ്ങും. എല്ലാം കഴിഞ്ഞ് അവസാനം പാത്രവും കഴുകി അവർ എഴുന്നേറ്റ് പോകുമ്പോൾ ഏതാണ്ട് രാത്രി 11 മണി 12 മണിയൊക്കെ ആയിട്ടുണ്ടാവും. പക്ഷെ ഭക്ഷണത്തിനിരിക്കുന്ന സമയം ഒന്ന് കണക്കിലെടുത്താൽ അരമണിക്കൂർ പോലും ഉപയോഗിക്കുന്നില്ല ഭക്ഷണം കഴിക്കുവാൻ. സുവിശേഷം സംസാരിക്കുമ്പോൾ ഭക്ഷണമേശയൊരുക്കി അതിഥികളെ ക്ഷണിക്കുന്ന ഗൃഹനാഥനുണ്ട്, യജമാനനുണ്ട്. നമ്മുടെ സംസ്കാരത്തിൽ മറ്റൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്ത് വയ്ക്കുകയാണ്. നമ്മുടെ സംസ്കാരത്തിൽ ഭക്ഷണമേശയില്ല. നാം നിലത്തിരുന്ന് കൈകൊണ്ട് വാരി കഴിക്കുന്നവരാണ്. സുവിശേഷത്തിൽ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണിത്. സുവിശേഷത്തിൻ്റെ പശ്ചാത്തലം തിരിച്ചറിയുമ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഭക്ഷണം പാകം ചെയ്യുവാൻ സമയമെടുക്കണം, ഭക്ഷണം കഴിക്കുവാൻ സമയമെടുക്കണം. അതോടൊപ്പം തന്നെ കൂടെയുള്ളവരോട് സംസാരിക്കുവാൻ സമയമെടുക്കണം. എന്നാൽ ഇപ്പറയുന്ന കാര്യങ്ങൾ നമുക്കില്ല. ഭക്ഷണമേശ പോലും നമുക്കില്ല. പാശ്ചാത്യ രാജ്യങ്ങളിലുള്ള ഭാഷകളിലൊക്കെ കാണുന്ന ഭാഷ ഉപയോഗിക്കുന്നൊരു പ്രത്യേക ശൈലി തന്നെയാണത്, ഭക്ഷണമേശ. ഭക്ഷണമേശയൊക്കെ നമ്മുടെയൊക്കെ ഭവനങ്ങളിലും മറ്റിടങ്ങളിലുമൊക്കെ സാവധാനത്തിൽ ഇപ്പോഴും എത്തിത്തുടങ്ങുന്നതേയുള്ളൂ. നമുക്കറിയാം, പലയിടങ്ങളിലും ഭക്ഷണമേശകളില്ല. നിലത്തിരുന്ന് ഭക്ഷണം കഴിച്ച് എത്രയും വേഗം കയ്യും കഴുകിപ്പോകുന്ന ഒരു സ്വഭാവം നമുക്കുണ്ട്. നമുക്കറിയാം, ചിലപ്പോഴൊക്കെ ചില ഹോട്ടലുകളിലൊക്കെ ചെന്ന് ഭക്ഷണത്തിനിരുന്ന് കഴിയുമ്പോൾ ഭക്ഷണം കഴിച്ചിങ്ങനെ തീരുന്നതിന് തൊട്ട് മുൻപ് തന്നെ ആ ഇല അങ്ങടുത്തവർ മാറ്റിക്കളയും. എങ്ങനെ എഴുന്നേറ്റ് പോടാന്നാണ് ഈ പറയുന്നത്. ഭക്ഷണമേശയ്ക്കൊരു സ്ഥാനമുണ്ട് ജീവിതത്തിൽ. ഭക്ഷണത്തിനൊരു സാധ്യതയുണ്ട്, ആഘോഷങ്ങൾക്ക് സാധ്യതകളുണ്ട്. ഇതിൽ പങ്കെടുക്കുമ്പോഴാണ് ഇതിൻ്റെ ഒരുക്കത്തിൻ്റെയും ജീവിക്കുന്നതിൻ്റെയും അതിനുശേഷമുള്ള കാര്യങ്ങളെയും കുറിച്ച് നമുക്ക് ചിന്തിക്കുവാൻ സാധിക്കുന്നത്. വളരെ പ്രാധാന്യമർഹിക്കുന്നൊരു കാര്യമാണിത്. സുവിശേഷം ഇപ്രകാരം വായിച്ച് നാം മുൻപോട്ട് പോകുമ്പോൾ കൂടെയുള്ളവർക്ക് അല്ലെങ്കിൽ വിരുന്നൊരുക്കി ഭക്ഷണമേശയൊരുക്കി ക്ഷണിച്ചവരെ കാത്തിരിക്കുന്ന യജമാനൻ്റെ മനസ്സ് വായിക്കുവാൻ സാധിക്കണമെങ്കിൽ അതിൻ്റെ ഉളറിയുവാൻ നമുക്ക് സാധിക്കണം. എപ്രകാരം ദൈവം നമുക്കായി വിരുന്നൊരുക്കി കാത്തിരിക്കുന്നു. പലപ്പോഴും സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യമുണ്ട്. പ്രത്യേകിച്ചും ധൂർത്തപുത്രൻ്റെ ഉപമ വായിച്ചു പോകുമ്പോൾ അതിൽ പറയാതെ പോയൊരു സംഭവമുണ്ട്. ഇപ്പറയുന്ന മൂത്തപുത്രൻ ഭക്ഷണത്തിന് മേശയ്ക്ക് കൂടെ ഇരിക്കുന്നുണ്ടോ നമുക്കറിയില്ല. പിതാവ് അവനുമായി ചെന്ന് രമ്യതപ്പെടുന്നതിനെക്കുറിച്ച് പറയുന്നുണ്ട്. പക്ഷെ അവൻ വന്ന് ഭക്ഷണമേശയിൽ ഭക്ഷണം കഴിക്കുവാൻ ഇരിക്കുന്നുണ്ടോ എന്നറിയില്ല. നമുക്ക് നമ്മുടെ സംസാര ശൈലിയിൽ, ഭാഷാ ശൈലിയിൽ ഒരു പ്രത്യേകമായ ഉപയോഗം തന്നെയുണ്ട്. ഭക്ഷിക്കുമ്പോൾ സംസാരിക്കരുത്, കൃത്യമാണത്. ഭക്ഷിക്കുമ്പോൾ സംസാരിക്കരുത്. ഭക്ഷിക്കുമ്പോൾ സംസാരിക്കാനും പറ്റില്ല, സംസാരിക്കുമ്പോൾ ഭക്ഷിക്കാനും പറ്റില്ല. പക്ഷേ നീ ഭക്ഷണമേശയിലിരിക്കുമ്പോൾ നിൻ്റെ കൂടെയുള്ളവരോട് സംവദിക്കുവാൻ നിനക്ക് സാധിക്കണം. ഭക്ഷണമേശ എപ്പോഴും അനുഗ്രഹങ്ങൾ നൽകുന്നതാണ്, സൗഹൃദം നൽകുന്നതാണ്, മറ്റുള്ളവരുമായി ഒന്നിച്ചു പോകുവാൻ നമ്മെ സഹായിക്കുന്നതാണ്, പങ്കുവയ്ക്കുന്നതാണ്. വിളിക്കപ്പെട്ടിരിക്കുന്ന ഭക്ഷണമേശയിലേക്ക് ഭക്ഷണം കഴിക്കുവാൻ നമ്മെ ഒരുവൻ ക്ഷണിച്ചിട്ട് ഈ ഭക്ഷണം കഴിക്കുവാൻ അവിടെ ചെന്ന് ഭക്ഷണം കഴിക്കാതെ അവനോട് സംസാരിക്കാതെ നാമൊക്കെ ഇറങ്ങിപ്പോകുന്നൊരു സ്വഭാവം നമുക്കുണ്ട്. പല വീടുകളിലും കാണുന്ന കാര്യമായത്. കല്യാണത്തിന് വിളിക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഉള്ളിൽ പ്രശ്നങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഉണ്ടെങ്കിൽ കല്യാണത്തിന് പോകും, പള്ളിയിൽ പോയി വിവാഹത്തിൻ്റെ കുദാശകർമ്മത്തിലൊക്കെ പങ്കെടുത്തിട്ട് തിരികെ പോരും. ഭക്ഷണം കഴിക്കാൻ വീട്ടിലേക്ക് പോകില്ല. ഇത് ഭക്ഷണമേശയിൽ നിന്ന് നീങ്ങിപ്പോകുന്ന സ്വഭാവമാണ്. പെട്ടെന്നുള്ള കാര്യങ്ങളിലേക്ക് മുൻപോട്ടുള്ള നീക്കമല്ല, നേരെ മറിച്ച് ഒരുങ്ങി എപ്രകാരം ദൈവത്തിൻ്റെ ഭക്ഷണമേശയിലേക്ക് ചെല്ലുവാൻ സാധിക്കുമെന്നുള്ള ചിന്ത. ഭക്ഷണം കഴിക്കാതെ
നന്മയിലായിരിക്കാതെ ശുദ്ധി കാത്തു സൂക്ഷിക്കാതെ മുന്നോട്ട് പോകുന്നൊരു സ്വഭാവം നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് കാലം മുന്നോട്ട് നീങ്ങുമ്പോൾ ആഘോഷങ്ങൾ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളാണെന്ന് നാം തിരിച്ചറിയുന്നു. ഈ ആഘോഷങ്ങൾക്ക് അതിൻ്റേതായ ചിട്ടവട്ടങ്ങളുണ്ട്. ആ ചിട്ടവട്ടങ്ങൾക്കനുസരിച്ച് വേണം മുൻപോട്ട് പോകാൻ. യഹൂദ ആചാരത്തിൽ വിവാഹ വിരുന്നിന് ക്ഷണിക്കുമ്പോൾ ചെല്ലുന്നവൻ ധരിക്കേണ്ട വസ്ത്രങ്ങളുണ്ട്. ഏറ്റവും ധനികനായവൻ സാധാരണ രീതിയിൽ ധവള വസ്ത്രം, വെളുത്ത വസ്ത്രമാണ് ധരിക്കുക. അവൻ ആ രീതിയിലുള്ള തുണി കൊണ്ടുള്ള വസ്ത്രങ്ങൾ ധരിച്ചാണ് വിവാഹ വിരുന്നിന് പോകുന്നത്. കുറച്ചുകൂടി ചിലപ്പോൾ കാശ് കുറഞ്ഞവൻ വെളുത്ത നിറവുമായി ബന്ധപ്പെട്ട രീതിയിലുള്ള വസ്ത്രങ്ങളാണ് ധരിക്കുക. ഇനി അതുമായി ഈ വെളുത്ത വസ്ത്രവുമായി ബന്ധപ്പെട്ട രീതിയിൽ പോലുമുള്ള നിറമില്ലാത്ത വസ്ത്രങ്ങൾ ധരിച്ചു ചെല്ലുന്നവനെയാണ് യജമാനൻ പിടിച്ച് പുറത്താക്കുന്നത്. കാരണം ആ വിവാഹ വേദിയിലേക്ക്, വിരുന്നിലേക്ക് കടക്കുവാൻ അനുവാദമില്ലാത്തവൻ, യോഗ്യതയില്ലാത്തവൻ. നാമൊക്കെ വിവാഹ വസ്ത്രം ലഭിച്ചവരാണ്. ജ്ഞാനസ്നാനത്തിലൂടെ ദൈവമാകുന്ന ധവള വസ്ത്രം സ്വീകരിച്ച്, പരിശുദ്ധിയുടെ, നന്മയുടെ, കരുണയുടെ ഈ വസ്ത്രം സ്വീകരിച്ച് ജീവിതത്തിൻ്റെ അവസാനം വരെ ഇതിൽ കറകളൊന്നും പുരളാതെ മുൻപോട്ട് കൊണ്ടുപോകുവാൻ, വാക്കുകൊടുത്ത് ജീവിക്കുവാൻ പരിശ്രമിക്കുന്നവരാണ് നാമൊക്കെ. അങ്ങനെയാണെങ്കിൽ നമുക്കൊക്കെ ധവള വസ്ത്രമുണ്ട്. ഈ വിവാഹ വിരുന്നിൽ പങ്കെടുക്കുവാനുള്ള വസ്ത്രം നമ്മിലുണ്ട്. എങ്കിൽ പിന്നെ എന്തുകൊണ്ട് ഈ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ നമുക്ക് സാധിക്കാതെ പോകുന്നു? ദൈവം സംസാരിക്കുന്നത് ഏറ്റവും ആഘോഷകരമായ ഒരു വിരുന്നിനെക്കുറിച്ചാണ്. ഈ വിരുന്നാണ് നമ്മുടെയൊക്കെ ജീവിതത്തിൽ നടക്കുന്ന, ഓരോ ദൈവാലയത്തിലും നടക്കുന്ന ഈ പറയുന്ന ദിവ്യബലി. ഈ വിരുന്നിലേക്ക് മനുഷ്യൻ ക്ഷണിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് ഈ വിരുന്നിലേക്ക് വരുവാൻ മനുഷ്യൻ വിമുഖത കാണിക്കുന്നു? നമ്മൾ പറയും, പള്ളിയിൽ പോയാൽ ബോറിങ്ങാ, അവിടെ ഇങ്ങനെ പോയിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല, അതുകൊണ്ട് ഞങ്ങൾ പുറത്തിരുന്നോളാം. ഇതൊരു ശീലമാണ്. ഞങ്ങൾ പള്ളിയിലേക്കൊന്നും പോകുന്നില്ല. ഇപ്പോഴത്തെ ഈ സംസ്കാരം സ്വാംശീകരിക്കുന്ന ഒരു രൂപമാകാമിത്. പ്രത്യേകിച്ചും ഇന്നത്തെ സാഹചര്യത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ ദൈവാലയത്തിൽ നിന്ന് പുറത്തേക്ക് മനുഷ്യൻ പോകുന്ന, ദൈവാലയത്തിലേക്ക് അടുക്കാത്തൊരു ശീലത്തിലേക്ക് സാവധാനത്തിൽ നമ്മുടെ സംസ്കാരത്തിൽ നമ്മൾ വളർന്നു വരികയാണ്. ഇതിനു മുൻപേ ഉണ്ട്, നമുക്കറിയാം. പള്ളിയിൽ പോകുന്നു എന്ന് പറഞ്ഞ് പോന്നിട്ടുണ്ടെങ്കിലും പള്ളിയിൽ കയറാതെ മറ്റിടങ്ങളിൽ മാറി നിൽക്കുന്ന സ്വഭാവം നമുക്കുണ്ട്. മറ്റു കാര്യങ്ങളിൽ വ്യാപൃതരാകുന്ന സ്വഭാവമുണ്ട്. വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ വിരുന്നിലേക്ക് വരുന്നു എന്നുള്ള പേരും പറഞ്ഞ് വരുമ്പോഴും ഈ വിരുന്നിൽ പങ്കെടുക്കാതെ സ്വന്തമായ വഴികളിലേക്ക് നാം നീങ്ങിപ്പോകുന്നു. എന്തുകൊണ്ട് നമുക്ക് ഈ പറയുന്ന വിവാഹ വിരുന്ന് ഒരു ബോറിംഗ് ആയ സംഭവമായി മാറുന്നു? എന്തുകൊണ്ട് നമ്മുടെ യജമാനൻ നമ്മെ ഒരു വിരുന്നിന് ക്ഷണിച്ചിട്ട് നമുക്കതിന് പോകുവാൻ മനസ്സ് തോന്നാതെ വരുന്നു? ഇത് ഞാനും എൻ്റെ ദൈവവുമായുള്ള, ഞാനും എന്നെ ക്ഷണിച്ചവനും തമ്മിലുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനമാണ്, പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. ആഘോഷവും അതോടൊപ്പം തന്നെ ആഘോഷത്തിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന ഞാനും. എന്നെ ഒരു ആഘോഷത്തിന് ക്ഷണിക്കുമ്പോൾ ഓർക്കേണ്ട കാര്യം, എനിക്ക് തിരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇവിടെ ഒരു തിരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട്. ആരെന്നെ ആഘോഷത്തിന് വിളിക്കുമ്പോഴും ഈ ആഘോഷത്തിന് ഞാൻ പോകുന്നത് ആ വ്യക്തിക്ക് എൻ്റെ ജീവിതത്തിലുള്ള സ്ഥാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഏതൊരു മുൻഗണനാക്രമത്തിലാണോ വിളിക്കുന്നയാൾ എൻ്റെ ജീവിതത്തിൽ നിൽക്കുന്നത്, അതിൻ്റെ വെളിച്ചത്തിലാണ് ഈ ആഘോഷത്തിൽ ഞാൻ പോകുന്നതും പോകാതിരിക്കുന്നതും. തിരഞ്ഞെടുപ്പാണ്. ഈ തിരഞ്ഞെടുപ്പിൽ എനിക്ക് തീരുമാനിക്കാൻ പോകണമോ പോകണ്ട എന്നുള്ളത്. പോകണമെന്ന് തീരുമാനിച്ചു കഴിയുമ്പോൾ അതിനനുയോജ്യമായ വസ്ത്രധാരണം ഞാൻ നടത്തണം. അതിനനുയോജ്യമായി എൻ്റെ ജീവിതത്തിൽ ഞാൻ മാറ്റങ്ങൾ വരുത്തണം. അതിനനുയോജ്യമായി ഒരുക്കങ്ങൾ എൻ്റെ ജീവിതത്തിൽ നടത്തുമ്പോഴാണ് ഈ ഭക്ഷണമേശയിൽ ഒപ്പം ഇരിക്കുവാനുള്ള അർഹത എനിക്ക് നേടുവാൻ സാധിക്കുന്നത്. വിവാഹത്തിനു വേണ്ടി ഒരുങ്ങുന്ന, വിവാഹം കഴിക്കുവാനുള്ള ആളുകളുണ്ട്. സാധാരണ അവർക്ക് ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങളൊക്കെയുണ്ട്. ഇവർ ഒരുങ്ങുന്നതോടൊപ്പം തന്നെ ഇവരുടെ കുടുംബങ്ങളിൽ ഇവരുടെ മാതാപിതാക്കളും സഹോദരങ്ങളും ഒരുങ്ങുന്നുണ്ട്. ഒരുക്കം ഇരുഭാഗങ്ങളിലും നടക്കണം. ദൈവം നമുക്കായി വിരുന്നൊരുക്കി വച്ചിരിക്കുമ്പോൾ, ഈ വിരുന്നിന് എന്നെ ക്ഷണിക്കുമ്പോൾ ആദ്യം ഞാനൊരു തിരഞ്ഞെടുപ്പ് നടത്തുന്നു. ഈ തിരഞ്ഞെടുപ്പിന് പിന്നാലെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു ഒരുക്കം നടത്തുന്നുണ്ട് ഈ വിവാഹ വിരുന്നിൽ ഭക്ഷണം കഴിക്കുവാനായിട്ട്. കാരണം എന്നെ വിളിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ കൂടെ അവൻ്റെ മേശയ്ക്കരികിലിരിക്കുവാനും അവനോടൊപ്പം ഭക്ഷണം കഴിക്കുവാനും അർഹതയുള്ളവനാണോ അല്ലയോ ഞാൻ? ഇതാണ് കുമ്പസാരം. എൻ്റെ ജീവിതത്തിൽ ഒരുക്കം നടത്തുന്നുണ്ട്. ഈ ഒരുക്കം എന്നെ സഹായിക്കണം. എപ്രകാരം ഈ വിവാഹവേദിയിൽ എനിക്ക് കയറിക്കൂടാമെന്ന്, അതിനുള്ള ഒരുക്കങ്ങൾ നടത്താമെന്ന്. അതില്ലാതെ നുഴഞ്ഞുകയറ്റക്കാരെന്നുണ്ട്, എല്ലായിടത്തും ഉണ്ട്. അതെല്ലായിടത്തും ഉണ്ട്. വീട്ടിലുണ്ട്, സമൂഹത്തിലുണ്ട്, ഇടവകയിലുണ്ട്. ഒരു കാര്യം വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നുഴഞ്ഞു കയറുന്ന കുറേ ആളുകളുണ്ട്. നല്ല വസ്ത്രധാരണമായിരിക്കും, ഒരു സംശയമില്ല. അടിപൊളിയായിട്ട് വസ്ത്രമൊക്കെ ധരിച്ച് വന്ന് അങ്ങോട്ട് ഇരിക്കും. പക്ഷേ
ഈ ആളുകൾ ആരാണെന്ന് നമുക്കറിയാം, ഇവരുടെ ഒരുക്കം എന്താണെന്ന് നമുക്കറിയാം, ഇവർ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് നമുക്കറിയാം, സഭയുമായുള്ള ബന്ധം എന്താണെന്ന് നമുക്കറിയാം, എപ്രകാരം മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം. ഇവിടെ ഭക്ഷണം കഴിക്കുന്നവൻ്റെ ഉള്ളിലേക്ക് ചെല്ലുന്നത് ദൈവം നൽകിയ ദാനങ്ങളല്ല, നേരെ മറിച്ച് അവൻ്റെ ഉള്ളിൽ ഈ കുനിഷ്ഠ ബുദ്ധിയുണ്ട്. എപ്രകാരം മറ്റുള്ളവരെ തട്ടി താഴെയിടാം, ഈ ഒരു ആഘോഷത്തിൽ ഞാൻ പങ്കെടുക്കുമ്പോൾ അതിൽ നിന്ന് എനിക്ക് എന്ത് നേട്ടം കിട്ടും, എപ്രകാരം എൻ്റെ ജീവിതത്തെ കരുപിടിപ്പിച്ചുകൊണ്ട് മുൻപോട്ട് കൊണ്ടുപോകാം. ഇത്തരത്തിലുള്ള ആളുകളാണ് വിവാഹ വസ്ത്രം ധരിക്കാത്തവർ, വിശുദ്ധിയില്ലാത്തവർ, ദൈവവുമായി ബന്ധമില്ലാത്തവർ, ഈ വിവാഹ ആഘോഷങ്ങളുമായി ബന്ധമില്ലാത്തവർ. കാരണം വഴിയരികിൽ കണ്ടവരെയൊക്കെ വിളിച്ചു കൊണ്ടുവന്നതാണ്. കയറേണ്ടവർ തിരസ്കരിച്ച് മറ്റൊരു വഴിയിലേക്ക് പോകുമ്പോൾ കണ്ടവരെ വിളിച്ച് ഭവനത്തിലേക്ക് കയറ്റി ആഘോഷത്തിനായി കൊണ്ടുവരുമ്പോൾ അവർക്ക് വിവാഹ വസ്ത്രമില്ല, അവർ ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല. നമ്മുടെയൊക്കെ ദൈവാലയങ്ങളിൽ ആഘോഷങ്ങൾ നടക്കുമ്പോൾ വന്നു കയറുന്ന, കുറ്റപ്പെടുത്തുന്നതല്ല കേട്ടോ, ഞാൻ ദൈവത്തിനെതിരായിട്ട് സംസാരിക്കുന്ന ആളല്ല, പക്ഷേ മതേതരത്വത്തിൻ്റെ ഭാഗമായിട്ട് കടന്നു കയറുന്നൊരു കാര്യമുണ്ട്. വിശ്വാസമില്ലാത്തവനെ ദൈവാലയത്തിൽ വിളിച്ചു കയറ്റി നമ്മുടെ കാര്യങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്യിക്കുമ്പോൾ ഈ കയറുന്നവൻ അറിയില്ല ഈ ദൈവാലയത്തിൻ്റെ വിശുദ്ധി എന്താണ്, ഇവിടെ നടക്കുന്നത് എന്താണ്. എൻ്റെ വീട്ടിലൊരു ആഘോഷം നടക്കുമ്പോൾ ഈ ആഘോഷത്തിന് വരുന്നവനെ എൻ്റെ ഭവനത്തിൽ കയറ്റുവാൻ അർഹതയുള്ളവനാണോ അല്ലയോ എന്ന് ഞാൻ ചിന്തിക്കണം. എൻ്റെ വീട്ടിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുവാൻ ക്ഷണിക്കുമ്പോൾ എൻ്റെ ഭവനത്തിൽ കയറ്റുവാൻ പാടില്ലാത്തവനാണെങ്കിൽ അവനെ ഭവനത്തിൽ കയറ്റരുത്. കാരണം കയറുന്നിടത്തവനെ ഇടത്തെക്കുറിച്ച് അവൻ അറിയില്ല, എന്ത് ആഘോഷമാണ് അവിടെ നടക്കുന്നത് അവൻ അറിയില്ല, എന്തൊരുക്കമാണ് അവിടെ നടക്കേണ്ടതെന്ന് അവൻ അറിയില്ല, തൻ്റെ ജീവിതത്തിൽ എന്തൊരുക്കമാണ് നടത്തേണ്ടവനെന്ന് അറിയില്ല. അങ്ങനെയാവുമ്പോൾ ഈ ആഘോഷത്തിൽ കയറുന്നവനെ അവസാനം ക്ഷണിച്ചവൻ വന്ന് പിടിച്ച് പുറത്താക്കും. അവിടെ പല്ലുകടിയും മോശമായ മറ്റു പല കാര്യങ്ങളും വന്നുണ്ടാവും. ഇത് ആഘോഷമാണ്. ക്രൈസ്തവർ നമ്മൾ ആഘോഷിക്കുന്നവരാണ്. നാം വായിച്ചു കേട്ട യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിലും സംസാരിക്കുന്നത് സമൃദ്ധമായി ലഭിക്കുന്ന ഗോതമ്പിനെക്കുറിച്ചും വിളസമൃദ്ധിയെക്കുറിച്ചും വീഞ്ഞിനെക്കുറിച്ചും ഭക്ഷണമേശയെക്കുറിച്ചുമാണ്. യേശുനാഥൻ നമ്മോട് പറയുന്നതും ഭക്ഷണമേശയെക്കുറിച്ച് തന്നെയാണ്. സുവിശേഷങ്ങളിൽ നമുക്കറിയാം, പ്രത്യേകിച്ചും യോഹന്നാൻ്റെ സുവിശേഷം, അവനവൻ്റെ പരസ്യജീവിതം, യേശുനാഥൻ്റെ പരസ്യജീവിതം തുടങ്ങുന്നതിൻ്റെ വിവാഹാഘോഷത്തിലൂടെയാണ്. ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറണം. ഈ ആഘോഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഭാഗമായി മാറുമ്പോൾ ഇത് മറ്റുള്ളവരെ ഒരുമിച്ച് നിർത്തുവാനുള്ള, സഹകരിക്കുവാനുള്ള, പങ്കുവച്ച് ജീവിക്കുവാൻ വേണ്ടിയുള്ള കരുതലോടെ മുൻപോട്ട് പോകുവാനുള്ള വഴികളായി മാറണം. ഒരുക്കി വച്ചിരിക്കുന്നത് എത്രയും വേഗം വന്നിരുന്ന് തിന്നെഴുന്നേറ്റ് പോകുന്നതല്ല. സമയമെടുക്കാം നമുക്ക് കൂടെയുള്ളവരോടൊപ്പമായിരിക്കുവാൻ, അവരെ സംരക്ഷിക്കുവാൻ, അവർക്ക് വേണ്ടി പങ്കുവയ്ക്കുവാൻ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ഒരു ആഘോഷം, ദിവ്യബലി, ഏറ്റവും വലിയ ആഘോഷമാണ് നമ്മുടെ ജീവിതത്തിൽ. ഈ ആഘോഷത്തിൽ സർവരെയും ചേർത്ത് നിർത്തുവാൻ നമുക്ക് സാധിക്കണം. സർവർക്കും വേണ്ടി നല്ല തെരഞ്ഞെടുപ്പും തീരുമാനങ്ങളും നടത്തുവാൻ നമുക്ക് സാധിക്കണം. ഇല്ല എങ്കിൽ ദുർത്തപുത്രൻ്റെ ഉപമയിൽ പറഞ്ഞതുപോലെ ഓരോ പ്രാവശ്യവും പിതാവ് വിളിച്ച് രമ്യതപ്പെടുത്തി വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോഴും നമുക്കറിയില്ല അവൻ ഭക്ഷണമേശയ്ക്ക് അരികിലിരുന്ന് പിതാവിനോടൊപ്പം, സഹോദരനോടൊപ്പം ഭക്ഷണം കഴിക്കുന്നുണ്ടോ എന്ന്. സംഭവിക്കാതിരിക്കട്ടെ. ദൈവകരങ്ങളിൽ സമർപ്പിക്കാൻ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവനോടൊപ്പം, കുടുംബത്തിനോടൊപ്പം ഭക്ഷണം കഴിക്കുവാനുള്ള അനുഗ്രഹം നൽകുവാൻ. ആമേൻ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. ഏകദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും ദൃശ്യവും അദൃശ്യമായ എല്ലാറ്റിൻ്റെയും സൃഷ്ടാവും സർവശക്തനുമായ പിതാവിലും ഞാൻ വിശ്വസിക്കുന്നു. ഏക കർത്താവും ജാതനായ ഏകദൈവപുത്രനും എല്ലാ യുഗങ്ങൾക്കും മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനുമായ യേശുക്രിസ്തുവിലും ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൽ നിന്നുള്ള ദൈവവും പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശവും സത്യദൈവത്തിൽ നിന്നുള്ള സത്യദൈവവും ജനിച്ചവനെങ്കിലും സൃഷ്ടിക്കപ്പെടാത്തവനും പിതാവുമായ സത്യലേഖനുമായ അവിടുന്ന് വഴി സകലവും സൃഷ്ടിക്കപ്പെട്ട് മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി തീർന്ന് പോന്തിയോസ് പിലാത്തോസിൻ്റെ കാലത്ത് നമുക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ട് പീഡകൾ സഹിച്ച് മരിച്ച് അടക്കപ്പെട്ട് വിശുദ്ധ ലിഖിതങ്ങളനുസരിച്ച് മൂന്നാം ദിവസം ഉയർക്കുകയും സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുകയും പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്യുന്നു. ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് മഹത്വത്തോടെ വീണ്ടും വരും. അവിടുത്തെ രാജ്യത്തിന് അവസാനമുണ്ടാവുകയുമില്ല. കർത്താവും ജീവദാതാവും പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്നവനും പിതാവിനോടും പുത്രനോടും ഒപ്പം ആരാധിക്കപ്പെടുന്നവനും സ്തുതിക്കപ്പെടുന്നവനും പ്രവാചകന്മാർ വഴി സംസാരിച്ചവനുമായ പരിശുദ്ധാത്മാവിൽ ഞാൻ വിശ്വസിക്കുന്നു. ഏകവും വിശുദ്ധവും സാർവത്രികവും
അപ്പോസ്തലികമായ സഭയിലും ഞാൻ വിശ്വസിക്കുന്നു. പാപങ്ങളുടെ മോചനത്തിനായുള്ള ഏകജ്ഞാനസ്നാനം ഞാൻ ഏറ്റുപറയുകയും മരിച്ചവരുടെ ഉയർപ്പും വരാനിരിക്കുന്ന യുഗത്തിലെ ജീവിതവും ഞാൻ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. ആമേൻ. പ്രിയ സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മുടെ എല്ലാ നിയോഗങ്ങളെയും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്ക് സമർപ്പിക്കാൻ. പ്രത്യേകമായും സഭയെ നയിച്ചു കൊണ്ടുപോകുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് പാപ്പ, നമ്മുടെ അതിരൂപതാധ്യക്ഷൻ ജോസഫ് മെത്രാപ്പൊലീത്ത, മറ്റ് മെത്രാന്മാർ, വൈദികർ, സന്യസ്തർ, സമൂഹത്തിൻ്റെ സഭയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നവർ സർവരെയും ഒരു നിമിഷം മനസ്സിലോർത്ത് ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ ഇടവകയെ സമർപ്പിക്കാം. ഇടവകയുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്ന എല്ലാവരെയും നമുക്ക് ഓർക്കാം. എല്ലാ കുടുംബങ്ങളെയും ഓർക്കാം. എല്ലാ മാതാപിതാക്കളെയും ഓർക്കാം. മക്കളെയും ദൂരങ്ങളിൽ ജോലി ചെയ്യുന്നവരെയും പഠിക്കുന്നവരെയും ജോലിക്കായി കാത്തിരിക്കുന്നവരെയും ഈ ദിനങ്ങളിലൊക്കെ വിവാഹത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മക്കളെ പ്രത്യേകമായി ഓർക്കാം. പ്രത്യേകിച്ചും ഇന്ന് ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന മക്കളെ നമുക്ക് ഓർക്കാം. നമ്മുടെ കുടുംബങ്ങളിലുള്ള, നമ്മുടെ ഈ സമൂഹത്തിലുള്ള ശരിയല്ലാത്ത കാര്യങ്ങളുണ്ട്, നമുക്കറിയാം. ദൈവവുമായി ചേർന്ന് പോകാത്ത അത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആ മക്കളെ ഒരു നിമിഷം മനസ്സിലോർക്കാം. ദൈവമേ, ആ വഴിയിൽ നിന്ന് അവരെ മാറ്റി നിൻ്റെ ഭക്ഷണമേശയിലേക്ക് കൊണ്ടുവരണമേ എന്ന് മനസ്സിലൊരു നിമിഷം പ്രാർത്ഥിക്കാം. ഇന്ന് മതബോധന വിഭാഗം ഫസ്റ്റ് സെമസ്റ്റർ എക്സാം നടത്തുമ്പോൾ പരീക്ഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നമുക്ക് ഓർക്കാം. അവരുടെ പ്രത്യേകമായി ഈ ദിനത്തിലുള്ള എല്ലാ സമ്മർദ്ദങ്ങളെയും മാറ്റി നന്മയോടെ അത് ചെയ്യുവാൻ വേണ്ട അനുഗ്രഹം നൽകണമേ എന്ന് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. രോഗികളായിരിക്കുന്ന നമ്മുടെ പ്രാർത്ഥന സഹായം ആവശ്യമുള്ളവരെ ഓർക്കാം. വാർദ്ധക്യത്തിലായിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കളെ പ്രത്യേകമായി ഓർക്കാം. കോവിഡ് രോഗം ബാധിച്ച് ആശുപത്രികളിലും മറ്റിടങ്ങളിലുമായിരിക്കുന്നവരെ നമുക്ക് ഓർക്കാം. ഒബ്സർവേഷനിലും കണ്ടെയ്ൻമെൻറ്റ് സോണിലുമായിരിക്കുന്നവരെ ഓർക്കാം. നമുക്ക് കാരുണ്യവാനായ ദൈവമേ, വിശ്വാസപൂർവം ഞങ്ങളൊന്നു ചേർന്ന് നിൻ്റെ ഭക്ഷണമേശയ്ക്ക് ചുറ്റുമായിരുന്ന് ഈ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ നിന്നിലുള്ള ഞങ്ങളുടെ വിശ്വാസത്തിൻ്റെ വർധനവിനും പരസ്പരമുള്ള ഞങ്ങളുടെ പങ്കുവയ്പ്പിനും കൂടെയുള്ളവരുടെ നന്മയ്ക്കും ഉപകരിക്കുമെങ്കിൽ ഇവയെല്ലാം ഞങ്ങൾക്ക് നീ സാധിച്ചു തരണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. സഹോദരങ്ങളെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. ദൈവമേ, ബലിവസ്തുക്കളുടെ അർപ്പണത്തോടൊപ്പം വിശ്വാസികളുടെ പ്രാർത്ഥനകളും സ്വീകരിക്കണമേ. അങ്ങനെ ഭക്തകൃത്യങ്ങളുടെ അനുഷ്ഠാനം വഴി സ്വർഗീയ മഹത്വത്തിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അതുചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ.
വഴിതെറ്റിയ മനുഷ്യരോട് അലിവ് തോന്നി അവിടുന്ന് കന്യകയിൽ നിന്ന് ജാതനാകുവാൻ തിരുവുള്ളമായി. അവിടുന്ന് കുരിശിലെ പീഡകൾ സഹിച്ച് നിത്യമരണത്തിൽ നിന്ന് ഞങ്ങളെ മോചിപ്പിക്കുകയും മരണത്തിൽ നിന്ന് ഉത്ഥാനം ചെയ്ത് ഞങ്ങൾക്ക് നിത്യജീവൻ നൽകുകയും ചെയ്തു. ആകയാൽ മാലാഖമാരോടും പ്രധാന മാലാഖമാരോടും ഭദ്രാസനന്മാരോടും അധീശന്മാരോടും സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അവിരാമം പ്രകീർത്തിച്ചുകൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഞങ്ങൾ ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ നിരുപമമങ്ങേ മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ടലവും ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന കർത്താവിൻ തിരുനാമത്തിൽ മറുപോലേറ്റം ധന്യനുമാ ഓസാന ഓസാന അത്യുന്നതങ്ങളിൽ ഓസാന. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്ര കൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളെല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പസ്തോലന്മാരോടും
ഞങ്ങളുടെ പ്രത്യേക മധ്യസ്ഥരായ വിശുദ്ധ അമത്രേസ്യായോടും കുരിശിൻ്റെ വിശുദ്ധ യോഹന്നാനോടും വിശുദ്ധ കൊച്ചുത്രേസ്യായോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായി നിർഭയം നമുക്കൊന്ന് ചേർന്ന് ആലപിക്കാം. സ്വർഗത്തിൽ വാഴും ഞങ്ങളുടെ ദാതാ, നിൻ നാമം പൂജിതമായിടണം. വരണം നിൻ രാജ്യം സ്വർഗത്തിലെ പോൽ നിന്നുള്ളം പാലിലുമായിടണം. അന്നു വേണ്ടുന്നോരാഹാരം ഞങ്ങൾക്കു നൽകുമാറായിടണം. അന്യർതൻ ദ്രോഹം ഞങ്ങൾ ക്ഷമിക്കുമ്പോൾ ഞങ്ങൾ തൻ ദ്രോഹം ക്ഷമിക്കാം. പാപപരീക്ഷയിൽ ഉൾപ്പെടുത്താതെ തിന്മയിൽ നിന്നു നീ കാത്തിടണം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശു ക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്ന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്കും ഞാൻ തരുന്നു എന്നങ്ങേ അപ്പസ്തോലന്മാരുടെ അരുൾ ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കും. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിയിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, തൻ്റെ വിരുന്നു മേശയിലേക്ക് നമ്മെ ക്ഷണിക്കുന്നവൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീത. കർത്താവെ, അങ്ങൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെക്കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും
എൻ്റെ ആത്മാവിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങേ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങനിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ.
പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങേ മഹിമയ്ക്കായി ഞങ്ങൾ കേണപേക്ഷിക്കുന്നു. ഏറ്റവും പരിശുദ്ധ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും ഭോജനത്താൽ അങ്ങ് ഞങ്ങളെ പരിപോഷിപ്പിക്കുന്ന പോലെ ദിവ്യപ്രകൃതിയിൽ ഞങ്ങളെ പങ്കാളികളാക്കുകയും ചെയ്യണമേ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. നമ്മുടെ ഇടവകയിലെ 2020 മതബോധന ക്ലാസ്സിൻ്റെ ഫസ്റ്റ് സെമസ്റ്റർ ഓൺലൈൻ എക്സാമിനേഷൻസ് പരിഷ്കരിച്ച സമയ ക്രമീകരണങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ്. ഒക്ടോബർ 11 തീയതി, അത് ഇന്ന് രാവിലെ 10 മണി മുതൽ 11 മണി വരെ 3ാം ക്ലാസ് മുതൽ 5ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും 11:15 മുതൽ 12:15 വരെ 6ഉം 7ഉം ക്ലാസ്സിലെ കുട്ടികൾക്കും ഉച്ച കഴിഞ്ഞ് 2 മണി മുതൽ 3 മണി വരെ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ളവർക്കും 3:15 മുതൽ 4:15 വരെ 11ഉം 12ഉം ക്ലാസ്സിലെ കുട്ടികൾക്കും പരീക്ഷ നടത്തപ്പെടുന്നു. ക്ലാസ് വാട്സപ്പ് ഗ്രൂപ്പിലില്ലാത്ത കുട്ടികൾ ഇന്ന് രാവിലെ തന്നെ അതിന് മുൻപായിട്ട് ആ നമ്പർ കൊടുത്ത് പരീക്ഷയിൽ അപ്പിയർ ചെയ്യണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നവദർശൻ സ്കോളർഷിപ്പ് അപേക്ഷകൾ ഒക്ടോബർ 31 തന്നെ ഓൺലൈനിൽ സമർപ്പിക്കുവാൻ ഓർമ്മിപ്പിക്കുന്നു. കോവിഡ് വ്യാപനം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നതിനാൽ റെക്കമെൻഡേഷൻ ലെറ്റർ വികാരി അച്ഛൻ്റെയോ കൺവീനറിൻ്റെയോ ഏതെങ്കിലും ഒരാളുടെ മതിയാവും. നേരത്തെ നമുക്ക് 2 പേരുടെയും വേണമായിരുന്നു. ഇതിപ്പോൾ ആരെങ്കിലും ഒരാൾ റെക്കമെൻഡ് ലെറ്റർ സൈൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഓഫീസിൽ കൊടുക്കാവുന്നതാണ്. കൂടാതെ നവദർശൻ ഓഫീസിൽ navadarsan@gmail.com എന്ന ഇമെയിൽ വഴി നമുക്ക് ഇത് എത്തിക്കാവുന്നതാണ്. navadarsan@gmail.com. നിങ്ങൾ അയക്കുന്ന ഇമെയിൽ നവദർശനിൽ നിന്നും കൺഫർമേഷൻ ലഭിച്ചാൽ മാത്രമേ നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്കോളർഷിപ്പിനായി യോഗ്യത നേടുകയുള്ളൂ. പ്രത്യേകമായിട്ട് അത് ഓർക്കുക. അതിന് നവദർശൻ്റെ ജിമെയിലിൽ നമ്മൾ അയച്ചു കഴിയുമ്പോൾ അതിന് കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യോഗ്യത നേടുകയുള്ളൂ. ഇല്ല എങ്കിൽ അതിനുള്ള പ്രിൻറ്റിംഗ് സൗകര്യം ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മളുടെ റെക്കമെൻഡേഷൻ ലെറ്റർ ഡൗൺലോഡ് ചെയ്ത് അത് അയക്കാവുന്നതാണ്. അതിന് നമ്മുടെ കൺവീനറിനെ സമീപിക്കണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ആപ്ലിക്കേഷൻ ID സ്കോർ ഷീറ്റ് എടുക്കുവാൻ മറക്കരുതെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നവദർശന് ഫണ്ട് കളക്ഷൻ ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഉണ്ടാകുന്നതല്ല. അതുകൊണ്ട് എല്ലാവരും ഓൺലൈൻ വഴി പണമടയ്ക്കേണ്ടതാണ്. വർഷത്തിൽ 6 മാസമെങ്കിലും പണമടക്കാത്തവർക്കും 3600 രൂപ അക്കൗണ്ടിലില്ലാത്തവർക്കും സ്കോളർഷിപ്പ് ലഭിക്കില്ല എന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. ഇടവകയിലെ വിദ്യാഭ്യാസ വിവരങ്ങൾ വാട്സാപ്പിലൂടെ ലഭിക്കാത്തവർ അവരുടെ വാട്സാപ്പ് നമ്പർ വിദ്യാഭ്യാസ സമിതി പ്രവർത്തകരെ അറിയിക്കുവാൻ താൽപ്പര്യപ്പെടുന്നു. എറണാകുളം നമ്മുടെ തിരുക്കുടുംബ ആശ്രമ ദൈവാലയത്തിൻ്റെ മേൽനോട്ടത്തിൽ കർമ്മലീത്ത സഭ സന്യസ്തർ ആരംഭിച്ചിരിക്കുന്ന ലോസ് ആൻഡസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ടെക്നോളജി എന്ന സ്ഥാപനത്തിലേക്ക് എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിക്കുന്ന വ്യത്യസ്ത കോഴ്സുകളുടെ വിവരം എല്ലാ സ്ഥലങ്ങളിലേക്കും എല്ലാ ഇടവകളിലേക്കും നമ്മൾ അയച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർ ആ നോട്ടീസിൽ കൊടുത്തിട്ടുള്ള ഇമെയിൽ ID-യിലൂടെയും ഫോൺ നമ്പറിലൂടെയും ബന്ധപ്പെടുക. നമ്മുടെ പള്ളിയുടെ മുൻപിലും അതിനൊരു ബാനർ ചിലപ്പോൾ ഇന്ന് തന്നെ കിട്ടുന്നതായിരിക്കും. ഓർക്കുക, നമ്മളുടെ മക്കൾക്ക് പഠിക്കുവാൻ വേണ്ടിയുള്ള ഒത്തിരി സാധ്യതകൾ നമ്മൾ തുറക്കുകയാണ്. മറ്റിടങ്ങളിലുള്ള ഫീസുകളിൽ നിന്ന് വളരെ കുറഞ്ഞ ഫീസാണ്. ഫീസ് കുറഞ്ഞതുകൊണ്ട് സ്റ്റാൻഡേർഡ് കുറഞ്ഞു പോയെന്ന് കരുതേണ്ട. കാരണം നമ്മൾക്ക് നമ്മുടെ കുടുംബത്തിലുള്ള നമ്മുടെ സമൂഹത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയുള്ളതാണ്. അപ്പോൾ മറ്റുള്ള സ്ഥലങ്ങളിൽ കൊള്ള ലാഭത്തിന് മറ്റു കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം വേറിട്ടൊന്ന് ചിന്തിക്കുകയാണ്, വേറിട്ടൊന്ന് പ്രവർത്തിക്കുകയാണ്. അപ്പോൾ നമ്മുടെ മക്കൾക്ക് പഠിക്കുവാനുള്ള ഒത്തിരി സാധ്യതകൾ അതിലുണ്ട്. അത് നിങ്ങൾ ഉപയോഗിക്കുക. നിങ്ങളുടെ ഗ്രൂപ്പുകളിലേക്കൊക്കെ ഇത് ഞങ്ങൾ ഓൾറെഡി നേരത്തെ അയച്ചു തന്നിട്ടുണ്ട്. സാധിക്കാവുന്ന നമ്മളുടെ മക്കളെ പഠിപ്പിക്കുവാൻ സാധ്യതയുള്ളവർ അതിലേക്ക് വരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. നമ്മുടെ ഫാത്തിമ മാതാ ചാപ്പലിൽ ഇന്ന് പെരുന്നാളാണ്. 3ാം ദിവസം ആഘോഷമായ ദിവ്യബലി രാവിലെ 10 മണിക്ക്. സാധിക്കാവുന്നവരൊക്കെ എല്ലാവരും തന്നെ നമ്മളുടെ ഓൺലൈൻ സെർവറിലും അതോടൊപ്പം തന്നെ നമ്മളുടെ ഫേസ്ബുക്ക് ചാനലിലും യൂട്യൂബ് ചാനലിലും നമ്മൾക്കത് ഓൺലൈൻ നമ്മളത് സംപ്രേഷണം ചെയ്യുന്നുണ്ട്. സാധിക്കാവുന്ന എല്ലാവരും ആ ആഘോഷത്തിൽ കൂടി പങ്കുചേരണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. കുർബാനയ്ക്ക് ശേഷം ഫാത്തിമ മാതാപ്പള്ളിയിൽ കുർബാനയ്ക്ക് ശേഷം മാതാവിൻ്റെ തിരുസ്വരൂപം കാണുവാനും പ്രാർത്ഥിക്കുവാനുമുള്ള സൗകര്യം നാം ഒരുക്കുന്നുണ്ട്. പ്രത്യേകമായിട്ട് ഓർക്കുക, കോവിഡിൻ്റെ എല്ലാ പ്രോട്ടോക്കോളുകളും അനുസരിച്ച് തന്നെ ആയിരിക്കും നാം ഇത് ചെയ്യുന്നത്. പോകുന്നവർ അങ്ങനെ അവിടെ തിരക്കുണ്ടെങ്കിൽ അതുകൂടി മനസ്സിലാക്കി അതിൽ നിന്ന് മാറി നിന്ന് വേണം ചെയ്യാനും പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുന്നു. രാവിലെ കുർബാനയ്ക്ക് ശേഷം തിരുസ്വരൂപം നാം പള്ളിക്കകത്ത് തന്നെ പക്ഷെ പുറമെ നിന്ന് കാണുവാനും നമുക്ക് തിരികെത്തിച്ച് പ്രാർത്ഥിക്കുവാനും വേണ്ടിയുള്ള സൗകര്യം ഒരുക്കുകയാണ്. വൈകിട്ട് 3:45 വരെ അതിന് സമയമുണ്ടാകും. ഉച്ചകഴിഞ്ഞ് 3:45 നമ്മളത് ക്ലോസ് ചെയ്യും. 4 മണിക്ക് കൊടിയിറക്കവും ഉണ്ടാകും. പ്രത്യേകമായി എല്ലാവരെയും ഫാത്തിമ മാതാ ദേവാലയത്തിലെ
ആഘോഷങ്ങളിലേക്ക് പ്രത്യേകമായി ക്ഷണിക്കുന്നു. അമ്മയുടെ മധ്യസ്ഥം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. പോയി ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലും സമാധാനത്തിലും ജീവിക്കുവിൻ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിന് നന്ദി. നമ്മുടെ ഇടവകയുടെ പ്രത്യേകമായി നിയോഗത്തെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്ന് വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ തെറ്റുകളെ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ തിന്മയെ രക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മയെ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കാമേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഏറ്റവും വിശുദ്ധമായ അനുഗ്രഹങ്ങൾ നിറഞ്ഞ മേശയ്ക്കൊപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു സാഹചര്യം നിങ്ങൾക്ക് ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. എത്രയും ദയയുള്ള മാതാ